ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഡ്രൈവിങ്ങിൻ്റെ ബേസിനെ കുറിച്ചാണ്. സാധാരണ എല്ലാവരും ബേസ് ചെയ്യുന്ന പോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ബിക്കോസ് മൈ വേ ഓഫ് സ്റ്റഡിങ് ഈസ് ദിസ്. ആദ്യമായിട്ട് ഡ്രൈവിങ്ങിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത ഒരാൾക്കാണ്. ക്ലച്ച് ഏതാണ്, ഗിയർ ഏതാണ്, ആക്സിലേറ്റർ ഏതാണ്, ഒന്നും അറിയാത്തൊരു ടീമിനാണ് നമ്മളിപ്പോൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ബേസിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. ഒന്നാമതായി ഡ്രൈവിംഗ് പഠിക്കാനുള്ള ഒരു ആഗ്രഹമാണ് വേണ്ടത്. ആ ഒരു ആഗ്രഹം തീവ്രമായി ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കഴിയുള്ളൂ. ഡ്രൈവിംഗ് പഠിക്കണം താല്പര്യമില്ലാത്തവർ എന്ത് ചെയ്താലും അവർക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് കഴിയില്ല. രണ്ടാമതായിട്ട് വേണ്ടത് എല്ലാം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരു കാറായിക്കോട്ടെ, ഒരു ഡ്രൈവ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, ആളെ നമ്മൾ കെയർഫുള്ളായി ശ്രദ്ധിക്കണം. ആളെന്താണ് ചെയ്യുന്നത്, ആൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഗിയർ ചേഞ്ച് ചെയ്യുന്നത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ നോക്കേണ്ടത് വണ്ടികളുടെ സ്പെസിഫിക്കേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്നാമതായി നമ്മൾ നോക്കേണ്ടത് വണ്ടികൾ 4 ഗിയറുള്ള വണ്ടിയുണ്ട്, 5 ഗിയറുള്ള വണ്ടിയുണ്ട്, 7 ഗിയർ ഷിഫ്റ്റുള്ള വണ്ടികളുണ്ട്. അപ്പോൾ ഈ കാറുകളൊക്കെ നമ്മൾ 1 by 1 ആയിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് കാണുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഉള്ളൊരു ഇതുമാണ്, ഒരു ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ആഗ്രഹത്തിൻ്റെ കാര്യം പറഞ്ഞേ. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ട് പറ്റും. അതായത് ഗൂഗിളിൽ, യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ പുതിയ പുതിയ വണ്ടി ഇറക്കുന്നതിൻ്റെ റിവ്യൂകൾ, ഇതെല്ലാം നമ്മൾ കുത്തിയിരുന്ന് പഠിക്കാമെന്നല്ല, അതെല്ലാം കേട്ട് മനസ്സിലാക്കിയിരിക്കണം എന്തൊക്കെ തരം വണ്ടികളുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം. പിന്നെ അടുത്തൊരു സെക്ഷൻ വരുന്നത് നമ്മൾ ചെറുപ്പത്ത് ചെറിയ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ടല്ലോ, അവർ വണ്ടിയുടെ സൗണ്ട് ഉണ്ടാക്കി എന്നൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ വണ്ടി ഓടിക്കുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഒരു നമ്മളിപ്പോൾ നടക്കുമ്പോൾ, എക്സാമ്പിൾ ഞാനൊക്കെ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. വണ്ടി ഓടിക്കാനേ അറിയില്ല, പക്ഷെ നമ്മൾ നടക്കുമ്പം വണ്ടി നിർത്തും, നിന്ന് പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇടും. നമുക്കറിയാമല്ലോ ഫസ്റ്റ് ഗിയർ ഫ്രണ്ടിലേക്കാണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഗിയർ ഇടും. ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം കുറച്ച് ദൂരം ഒന്ന് സ്പീഡിൽ നടക്കും. അത് കഴിഞ്ഞ് സെക്കൻഡിലേക്ക് നമ്മൾ കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ആക്ഷൻ എന്ന് കാണിക്കും. സെക്കൻഡിലേക്ക് ഇങ്ങനെ ഗിയർ വിടുന്ന പോലെ. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി നടത്താൻ സ്പീഡ് കൂട്ടും. അത് കഴിഞ്ഞ് തേർഡ്, ഫോർത്ത്, പിന്നെ നമ്മൾ റിവേഴ്സൊക്കെ പോകുമ്പോൾ റിവേഴ്സ് ഗിയർ, ക്ലച്ച് ചവിട്ടി റിവേഴ്സൊക്കെ ഇട്ട് ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഒരു എക്സ്പീരിയൻസാണ് അവിടെ കിട്ടുക. പിന്നെ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ 2 കാലും ഉപയോഗിച്ച് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയെടുത്തതിന് ശേഷം അതൊക്കെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം കാല് ഉപയോഗിച്ച് തന്നെ ക്ലച്ച്, ലെഫ്റ്റ് കാല് ഉപയോഗിച്ച് ക്ലച്ച് മാത്രം ചവിട്ടുക, റൈറ്റ് കാല് ഉപയോഗിച്ച് ആക്സിലേറ്ററും ബ്രേക്കും മാറി മാറി ചവിട്ടാൻ ആ കാലിനെ പ്രാപ്തമാക്കുക. എവിടെയെങ്കിലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക കാലുകൊണ്ട്. അപ്പോൾ അത് കാല് പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് വഴങ്ങി കിട്ടും. വലിയ സമയം എടുക്കാതെ അങ്ങനെ ഒന്ന് വഴങ്ങി കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് കാറിൽ കയറുമ്പോൾ നമുക്ക് ഇത് കാല് സ്പീഡ് ആവില്ല. അങ്ങനെയാണ് നമുക്കത് പഠിക്കാൻ ബുദ്ധിമുട്ടായി വരുന്നത്. അങ്ങനെ സ്പീഡാവാൻ വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതും കൂടി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഡ്രൈവിങ്ങിൻ്റെ ബേസ് എത്തി. ഇത്രയുമാണ് നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ നിങ്ങളുടെ അഭിപ്രായ പ്രകാരം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബെസ്റ്റ് ഓഫ് ലക്ക്, സേഫ് ഡ്രൈവ്, വെൽ ഡ്രൈവ്.